വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക്, നാടകങ്ങൾക്കൊക്കെ വരും ദിവസങ്ങളിൽ തമിഴ്നാട് സാക്ഷ്യം വഹിക്കും എന്നത് ഉറപ്പാണ്. പക്ഷേ ആദ്യത്തെ കടമ്പ ഇതാ വിജയ് കടക്കുന്നു. വിജയ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നു. അല്പസമയത്തിനുള്ളിൽ സത്യപ്രതിജ്ഞ ചെയ്യും. മറ്റൊരു കാര്യം, വിജയുടെ വ്യക്തിപരമായ ജീവിതവുമായി ബന്ധപ്പെടുത്തി നമ്മൾ നോക്കുമ്പോൾ സംഗീതയുമായുള്ള വിവാഹ ബന്ധത്തിൽ മാറ്റമുണ്ടായി. ഇപ്പോൾ ഇതാ തൃഷ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്ന ആ വേദിയിലേക്ക് തൃഷ എത്തിയിട്ടുണ്ട്. തൃഷയെ ചലച്ചിത്ര രംഗത്തുള്ളവർ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. മറ്റ് TVKയുടെ പ്രവർത്തകർ ഹർഷാരവത്തോടെ അവരെ സ്വീകരിക്കുന്നു. വിജയുടെ മാതാപിതാക്കൾ ഇവിടെ സന്നിഹിതരാണ്. ആ തരത്തിൽ തൃഷ കൂടി ഈ ചടങ്ങിൽ നിറഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. നമുക്കറിയാം, വിജയ് 2 മണ്ഡലങ്ങളിലാണ് മത്സരിച്ചത്, പെരുമ്പൂരും അതോടൊപ്പം തന്നെ തിരുച്ചിറപ്പള്ളി ഈസ്റ്റിൽ വിജയ് രാജിവെച്ച് ആ സീറ്റിൽ തൃഷ മത്സരിക്കും എന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതായത് തൃഷ കൂടി ഒരുപക്ഷെ ഈ സർക്കാരിൻ്റെ ഭാഗമായി വരാനുള്ള സാധ്യതയുണ്ട്. തമാശയ്ക്കെങ്കിലും തൃഷ ഒരു 10 വർഷം മുൻപ് പറഞ്ഞൊരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ്. അതായത് വർഷങ്ങൾക്ക് മുൻപ് തൃഷ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നു താൻ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ആകുമെന്ന കാര്യം. ഏതായിരുന്നാലും വിജയ് ഇപ്പോൾ മുഖ്യമന്ത്രി ആയിരിക്കുന്നു. വിജയുടെ കൂടെ ചേർന്ന് തന്നെ തോളോട് തോൾ ചേർന്നത് തൃഷയും ഈ സർക്കാരിൻ്റെ ഭാഗമായി വരുന്നു. 10 വർഷം മുൻപ് തൃഷ തമാശയ്ക്ക് പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഒരുപക്ഷെ അന്ന് അവരുടെ മനസ്സിൽ അതിനൊരു ഗൗരവ സ്വഭാവം ഉണ്ടായിരുന്നിരിക്കണം. ഏതായിരുന്നാലും ആ പറഞ്ഞ കാര്യം യാഥാർത്ഥ്യത്തിലേക്ക് വരികയാണ്. MGRനൊപ്പം ജയലളിത വന്നതുപോലെ വിജയ്ക്കൊപ്പം തൃഷ കൂടി ഈ സ്ക്രീനിൽ നിറയുകയാണ്, വേദിയിൽ നിറയുകയാണ്, തമിഴ് രാഷ്ട്രീയത്തിൽ നിറയുകയാണ്. ഒരു പുതിയ ചരിത്രം തമിഴ്നാട് രാഷ്ട്രീയം രചിക്കുകയാണ്. അനുശ്രീ. ശരി വിനോദ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ രജനീകാന്തിനും കമൽഹാസനും ഒന്നും സാധിക്കാത്ത തരത്തിലുള്ള ഒരു വലിയ മാറ്റം തമിഴ്നാട് പൊളിറ്റിക്സിൽ വിജയ്ക്ക് ഉണ്ടാക്കാൻ സാധിച്ചു, അതും ആദ്യ വരവിൽ തന്നെ. അതിനർത്ഥം അദ്ദേഹം ആദ്യം തൊട്ട് നടത്തിയിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്ലാനിങ്ങുകളൊക്കെ ഇതുവരെ വളരെ ശരിയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇനിയുള്ള നീക്കങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും എന്നല്ലേ ഇതൊക്കെ നൽകുന്ന ഒരു സൂചന? തീർച്ചയായും ഇനി അങ്ങോട്ട് വിജയുടെ ദിവസമാകാനുള്ള എല്ലാ സാധ്യതയുമാണ്. കാരണം സ്റ്റാലിൻ കുളത്തൂരിൽ തോൽക്കുന്നു. നമ്മൾ മനസ്സിലാക്കണം, തമിഴ്നാട്ടിൽ ഏകഛത്രാപതിയായി വാണിരുന്ന സ്റ്റാലിൻ, അദ്ദേഹത്തിന് ഒരുപക്ഷെ അത്ര കണ്ട് ശക്തം, കരുണാനിധിക്ക് ശേഷം ആ പാർട്ടിയെ നയിക്കുകയും ആ കുടുംബത്തിൽ നിന്ന് പോലും മറ്റ് അഴഗിരിയോ കനിമൊഴിയോ ഒക്കെ തന്നെ ഉണ്ടെങ്കിൽ പോലും അവർക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത തരത്തിൽ അതിശക്തനായി സ്റ്റാലിൻ മാറുന്ന ഒരു സാഹചര്യമുണ്ട്. തൊട്ട് പിന്നാലെ മകൻ ഉദയനിധി സ്റ്റാലിനെ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരുന്നു. അടുത്ത മുഖ്യമന്ത്രി എന്ന നിലയിലേക്കൊക്കെ ഉയർത്തിക്കാട്ടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതെല്ലാം തകിടം മറിഞ്ഞുകൊണ്ടാണ് രാഷ്ട്രീയത്തിൽ ഒരു പരിചയവുമില്ലാത്ത, അല്ലെങ്കിൽ അങ്ങനെ ഗോഡ്ഫാദർമാരില്ലാത്ത, അങ്ങനെ ഒരു പിൻബലമില്ലാത്ത, അങ്ങനെ ഒരു കുടുംബപരമായി അങ്ങനെ ഒരു ചരിത്രമില്ലാത്ത വിജയ് ഒരു കറുത്ത കുതിരയായി തമിഴ് രാഷ്ട്രീയത്തിൽ മാറുന്നൊരു കാഴ്ച. അവിടെ DMKയുടെ ചിഹ്നമാണ് ഈ ഉദയസൂര്യൻ, അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നെങ്കിലും ഇപ്പോൾ തമിഴ്നാടിൻ്റെ സൂര്യനായി വന്നിരിക്കുന്നു വിജയ് എന്ന നിലയ്ക്കൊക്കെയാണ് ഈ കാഴ്ചകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ അവിടുത്തെ പാർട്ടികളുടെയൊക്കെ പ്രതീക്ഷ നൽകുന്ന പല ചിഹ്നങ്ങളുണ്ടെങ്കിലും വിസിലടിച്ചുകൊണ്ട് തമിഴ് രാഷ്ട്രീയത്തിൽ പുതിയൊരു യുദ്ധകാഹളം മുഴക്കിക്കൊണ്ട്, വിജയഭേരി മുഴക്കിക്കൊണ്ട് വിജയ് തമിഴ് രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിക്കുകയാണ്. ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങൾ ഒരു സിനിമയെ വെല്ലുന്ന തരത്തിലൊക്കെ അവിടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം നമ്മൾ ഈ സിനിമാ ലോകത്ത് നിന്ന് വരുന്നത് കൊണ്ട് തന്നെ ചില സിനിമകളെ കൂടി നമ്മൾ പരാമർശിച്ചു പോകണം. ഒരു നാൾ മുതൽവൻ എന്ന തരത്തിൽ അർജുൻ്റെ ഒരു പഴയ തമിഴ് സിനിമ വന്നിട്ടുണ്ട്. അതിൽ അർജുൻ ഒരു ദിവസത്തേക്ക് മുഖ്യമന്ത്രിയായി എത്തുന്നതാണ്. ആ ഒരു ദിവസം കൊണ്ട് ആ ഒരു മുഖ്യമന്ത്രി ആ നാട്ടിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് ആ സിനിമയുടെ വിജയത്തിലേക്ക് നയിച്ചത്. അർജുൻ ഒരു ദിവസത്തെ മുഖ്യമന്ത്രിയായി എത്തുന്ന രഘുവരൻ ഒരു ദിവസത്തേക്ക് മാറിക്കൊടുക്കുമ്പോൾ രഘുവരൻ്റെ സ്ഥാനത്തേക്ക് ഒരു മാധ്യമപ്രവർത്തകനായ അർജുൻ മുഖ്യമന്ത്രിയായി എത്തുന്നു. ആ ഒരു ദിവസം അർജുൻ ആ നാട്ടിൽ വരുത്തുന്ന മാറ്റങ്ങളാണ് ആ ചിത്രത്തിൻ്റെ പ്രമേയം. ഏതാണ്ട് ആ ഒരു നിലയിലേക്ക് വിജയ് എത്തുമോ ഇല്ലയോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അവശേഷിക്കുന്നത്. വിജയകാന്തിൻ്റെ, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വിജയകാന്തിൻ്റെ പാർട്ടിക്ക് വലിയ സ്വീകാര്യത ഉണ്ടായിരുന്ന തമിഴ്നാട്, വിജയകാന്ത് ഒരുപക്ഷെ മുഖ്യമന്ത്രി ആയേക്കും എന്ന തരത്തിലൊക്കെ ആ ഘട്ടത്തിൽ ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ വിജയുടെ സിനിമാ കരിയർ തുടങ്ങുമ്പോൾ വലിയ പ്രതിസന്ധി നേരിട്ട ആളാണ്. സിനിമകൾ ഹിറ്റാവാതിരുന്ന ഒരു നടനാണ്. ഇൻഡസ്ട്രിയിൽ നിന്ന് വലിയ പിന്തുണ കിട്ടാതിരുന്നതാണ്. അച്ഛന് സിനിമാ ബന്ധമുണ്ട്, പ്രൊഡ്യൂസറാണ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും വിജയ്ക്ക് അതിൻ്റെ കാര്യമായ ഗുണങ്ങളൊന്നും ആദ്യഘട്ടത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആനുകൂല്യമൊന്നും ആദ്യഘട്ടത്തിൽ ലഭിച്ചിരുന്നില്ല. അവിടെ
ഇവിടെയൊക്കെ തന്നെ വിജയ്ക്ക് കരുതലായി നിന്നത്, തൻ്റെ ചിത്രങ്ങളിൽ അഭിനയിപ്പിച്ചതൊക്കെ തന്നെ വിജയകാന്താണ്. വിജയകാന്തിനെ ഒരു ജ്യേഷ്ഠതുല്യനായ സ്ഥാനത്ത് തന്നെയാണ് വിജയ് കണ്ടിരുന്നത്. വിജയകാന്തിൻ്റെ മരണസമയത്ത് വിജയ് അതുമായി ബന്ധപ്പെട്ട് ഇടപെട്ടതും ആ കുടുംബവുമായി സഹകരിച്ചതും എല്ലാം തന്നെ തമിഴ് ജനതയുടെ മനസ്സിലുണ്ട്. തമിഴ് ജനതയെ സംബന്ധിച്ച് വിജയകാന്തിന് ഒരു പ്രത്യേക സ്ഥാനമാണ് അവർ മനസ്സിൽ നൽകിയിട്ടുള്ളത്. ആ ഒരു സ്ഥാനത്തേക്ക് വിജയ് ഉയർന്നു വരികയായിരുന്നു. വിജയുടെ റോഡ് ഷോകളിലെല്ലാം തന്നെ നമ്മൾ കണ്ടത് അങ്ങനെയാണ്. ആബാലവൃദ്ധം ഈ റോഡിലേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ കുട്ടിപ്പട്ടാളം, ഈ കൊച്ചു കുട്ടികളടക്കം വിജയ്ക്ക് വേണ്ടി ആരും പറയാതെ ക്യാമ്പയിന് വേണ്ടി ഇറങ്ങുന്ന ഒരു നില, അത് ഈ ഒരു ആരാധന തന്നെയാണ്. കുട്ടികൾ വീട്ടിലത് പറയുമ്പോൾ തീർച്ചയായും രക്ഷിതാക്കളും ആ വഴി ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തമിഴ്നാട്ടിൽ വന്ന ഒരു വൈറലായ വീഡിയോ, ഒരു പ്രായം ചെന്ന ഒരു മുത്തശ്ശി അവർ ആർക്ക് വോട്ട് ചെയ്തു എന്ന് ഇങ്ങനെ രഹസ്യമായി അവരുടെ ബന്ധുവിനോട് പറയുന്നുണ്ട്. അത് വിജയ്ക്ക് വോട്ട് ചെയ്തു, ബിസിൽ എന്ന കാര്യം അവർ കാണിക്കുന്ന ഒരു ആംഗ്യം, ഇതെല്ലാം തന്നെ വളരെ വലുതായി ഇങ്ങനെ സജീവമായി സോഷ്യൽ മീഡിയയിൽ ഓടിയ ദൃശ്യങ്ങളാണ്. ആ തരത്തിലൊക്കെ വലിയ ഒരു ജനസ്വാധീനം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ആ തരത്തിൽ വളർന്നു വരാൻ വിജയ്ക്ക് കഴിഞ്ഞു എന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയ് എത്രമാത്രം സ്വാധീനം ചെലുത്തി ഈ 2 വർഷം കൊണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമായി അവശേഷിക്കുന്നുണ്ട്. ഇപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ സത്യപ്രതിജ്ഞാ വേദിയിലേക്ക് വരുന്നുണ്ട്. CPM-ൻ്റെയും CPI-യുടെയും മുസ്ലിം ലീഗിൻ്റെയും അടക്കം നേതാക്കൾ വരുന്നുണ്ട്. ഒരുപക്ഷേ ഈ DMK-ക്കൊപ്പം ഈ കക്ഷികളൊക്കെ നിന്നപ്പോൾ അവർക്ക് കാര്യമായ പരിഗണന കിട്ടിയില്ല എന്നത് വളരെ വസ്തുതാപരമായ ഒരു കാര്യമാണ്. ഏതായിരുന്നാലും അല്പസമയത്തിനുള്ളിൽ വിജയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കും. വിജയ് മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.